ത്തിലേക്ക് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് വീണ്ടും ഒരു മരണം കൂടി നടന്നിരിക്കുന്നു. കൊല്ലം സ്വദേശിയാണ് മരിച്ചത്. ഷിജോ കുര്യൻ വിശദാംശങ്ങൾ നൽകും. ഷിജോ, ആരാണ് മരിച്ചത്, എന്താണ് സംഭവിച്ചത്, വിശദാംശങ്ങൾ? സംസ്ഥാനത്ത് ആശങ്കയായിട്ട് അമീബിക് മസ്തിഷ്ക ജ്വരം ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. കൂടുതൽ പേർക്കും രോഗം സ്ഥിരീകരിക്കുകയും കൂടുതൽ മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയും സമാനമായ രീതിയിൽ കൊല്ലത്ത് നിന്നുള്ള ഒരു സ്ത്രീ അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരു പുരുഷനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ ആശുപത്രി അധികൃതർ പങ്കുവച്ചിട്ടില്ല. കുറച്ച് സമയത്തിനകം അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. കഴിഞ്ഞ 4 ദിവസത്തിനിടെ 2 മരണം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മരിച്ച 2 പേരും കൊല്ലം സ്വദേശികളാണ്. കഴിഞ്ഞ ദിവസം 8-ാം തീയതിയും സമാനമായ രീതിയിൽ ഒരു മരണം മലപ്പുറത്തും സംഭവിച്ചിരുന്നു. അങ്ങനെ ഈ വർഷം ഇതുവരെ 23 മരണമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 9-ാം തീയതി വരെ, അതായത് ജനുവരി 21, 2025 ജനുവരി 1 മുതൽ 2025 ഒക്ടോബർ 9 വരെയുള്ള കണക്കാണ് നിലവിൽ ആരോഗ്യവകുപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 100 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 23 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ വർഷവും ഈ സമാനമായ രീതിയിൽ, അതായത് ഈ മാസവും സമാനമായ രീതിയിൽ മുൻ മാസങ്ങളിലേതുപോലെ രോഗികളുടെ എണ്ണത്തിലും കാര്യമായിട്ടുള്ള വർധനവുണ്ട്. അപ്പോൾ ഈ ആശങ്കയായിട്ട് മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. എന്തായാലും കഴിഞ്ഞ 2 മാസത്തിനിടെയാണ് കൂടുതൽ മരണങ്ങളും സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മരിച്ചത് കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരു പുരുഷനാണ്. ശരി ഷിജോ.